ഈ നാട്ടിൽ തന്നെ പോയാലൊന്നാ ഞാൻ ആലോചിക്കുന്നത്. എങ്ങോട്ട് പോകും? അല്ലെങ്കിൽ തന്നെ ജനിച്ചു വളർന്ന ഈ മണ്ണ് വിട്ട് നിങ്ങൾക്ക് പോകാൻ മനസ്സ് വരുമോ? ജനിച്ചു വളർന്ന മണ്ണ് തന്നെയാ. ജനിച്ചു വളർന്ന മണ്ണിൽ ചെറുതാണെങ്കിലും സ്വന്തം വിയർപ്പുകൊണ്ട് കെട്ടിപ്പൊക്കിയ വീട്. ദാരിദ്ര്യമുണ്ട്, പക്ഷേ അതിനകത്ത് കിടക്കുമ്പോ ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഇനി അതിനകത്തായിരിക്കും സുന്ദരേശന്റെയും അവന്റെ ആൾക്കാരുടെയും കള്ളകുടിയും തോന്നിവാസവും. അത് കണ്ട് സഹിക്കാൻ നിനക്ക് പറ്റുമോ ദേവകി? എനിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാമെന്ന്. പാറു ഫോൺ ചെയ്യുമ്പോ നമ്മൾ എന്താ വെച്ചാ പറയാ? അവള് തെരഞ്ഞ അറിയരുത്. അറിഞ്ഞാൽ അടുത്ത ബസ്സിന് കയറി അവളിങ്ങോട്ട് വരും. അവളെങ്കിലും വഷളം നോട്ടുമായി വരുന്ന തെമ്മാടികളെ പേടിക്കാതെ അവിടെ സുഖമായി കഴിയട്ടെ. ഇതൊന്നും അവിടെ ഒരിക്കലും അറിയരുത്. കാലത്തൊരു കട്ടൻ ചായ കുടിച്ചതല്ലേ, വിശക്കൊന്നും ഉണ്ടാവില്ലേ രണ്ടുപേർക്കും? ഞാൻ കഴിക്കാണെന്നെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം. അതിന്റെ കൂടെ പറ്റുമെങ്കിൽ കുറച്ച് വിഷവും കൂടെ വാങ്ങിച്ചോണ്ട് വാ. അതോടെ തീരുമല്ലോ എല്ലാം. അമ്മേ, മരിക്കാം, ഞാനും തയ്യാറാ. കുറെ ജീവിതം കണ്ട നമുക്ക് മരണം കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും നഷ്ടപ്പെടാനില്ല. പക്ഷേ ദേവകി, നമ്മുടെ മക്കൾ അവര് ജീവിതം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അവർക്ക് വേണ്ടി നമ്മൾ ജീവിക്കണം. ദൈവം അത്ര ദുഷ്ടനൊന്നുമല്ല. ഇതിനൊക്കെ ഒരു മറുപുറം ദൈവം കണ്ടിട്ടുണ്ടാവും. ഇതേതാ ഈ എമൗണ്ട്? ആ, മാഡം പറഞ്ഞിട്ട് പുതിയ കുറച്ച് ഫർണിച്ചർ വാങ്ങിയില്ലേ, ഈ എമൗണ്ട് അതാ. ഈ ഫിഗർ പ്ലംബർക്ക് ഇവിടെ 2-3 ദിവസത്തെ ജോലി ഉണ്ടായിരുന്നു. അയാളുടെ അസിസ്റ്റന്റിന്റെയും കൂലിയായത്. മാഡം, കൈലാസോ? ബാമുനെ ഇരിക്കെ. മാഡം, എനിക്ക് പാർവതി ഒന്ന് കാണണം. പാർവതി ഒന്ന് വിളിക്കോ? എന്താ കൈലാസ്? എനിക്ക് അവളോടൊരു സീരിയസ് കാര്യം സംസാരിക്കാനുണ്ട്. മാഡം, അവളെ ഒന്ന് വിളിക്കോ? കൈലാസ്, മുഖത്ത് നല്ല ടെൻഷൻ കാണുന്നുണ്ടല്ലോ. എന്തേലും പ്രശ്നമുണ്ടോ? മാഡം, അവളെ ഒന്ന് വിളിക്കേ പ്ലീസ്. പാർവതി ഇവിടെ ഇല്ല. അവളിവിടെ ഇല്ലേ? ഇങ്ങോട്ട് വന്നില്ലേ? അവളിവിടെ പോയി? അവളിവിടെ ഉണ്ടായിരുന്നു. കുറച്ചു മുമ്പ് നാട്ടിലേക്ക് പോയി. നാട്ടിലേക്കോ? ആ, അച്ഛന്റെ ഫോൺ ഉണ്ടായിരുന്നു. അച്ഛമ്മയ്ക്ക് സീരിയസ് ആണെന്നും പറഞ്ഞാ അവള് പോയത്. അവളിവിടുന്ന് പോയിട്ട് എത്ര സമയമായിട്ടുണ്ടാവും? ഒരു 15 മിനിറ്റ്. മോനെ നിൽക്ക്. എന്താ പ്രശ്നമെന്ന് പറഞ്ഞിട്ട് പോ. ഏതോ ഒരു നാട്ടുപുറത്തുനിന്ന് വന്നവളല്ലേ. ടൗണിലെ തട്ടിപ്പ് ചതിയൊന്നും അവക്കറിയില്ലല്ലോ. ആരോ കുഴിച്ച കുഴിയില് അവൾ വീണുപോയി. മോനെ, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് എനിക്കറിയാം. അയാൾക്ക് കൊടുക്കാനുള്ളത് ഞാൻ പിന്നെ കൊടുത്തോളാം. ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് തോന്നിയതുണ്ടാവും അവൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചത്. ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടാ അവള് പോയത്. അതവള് വെറുതെ പറഞ്ഞതായിരിക്കും. ഇനി അവൾ തിരിച്ചു വരാൻ സാധ്യതയില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ജീവിതമാർഗം തേടിയ അവൾ എന്റെ ഗാർമെന്റ്സിൽ വന്നത്. ചെയ്യാത്ത തെറ്റിന് അവളെ പറഞ്ഞുവിടാൻ ഞാൻ സമ്മതിക്കില്ല. അവൾ ബസ് സ്റ്റാൻഡിലുണ്ടാവും. ഇല്ലെങ്കിൽ അവളുടെ നാട്ടിൽ പോയിട്ടാണെങ്കിലും ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവരും. അവളെ പുറത്താക്കാൻ നാടകം കളിച്ചവര് അങ്ങനെ ജയിക്കണ്ട. മാഡം, കൈലാസ് സാർ പറഞ്ഞ എന്തെങ്കിലും മാഡത്തിന് മനസ്സിലായോ? പാർവതി ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണെന്ന് മാത്രമേ മനസ്സിലായുള്ളൂ. അതിലവള് നിരപരാധിയാണെന്ന് മനസ്സിലായി. ഗാർമെന്റ്സിൽ നടന്ന കാര്യങ്ങൾ എന്നോട് തുറന്നു പറയാൻ മടിച്ചിട്ട് അച്ഛമ്മയ്ക്ക് സുഖമില്ലെന്ന് അവൾ കള്ളം പറഞ്ഞത്. കൈലാസ് സാറിന്റെ മുഖത്തെ ടെൻഷൻ മാഡം ശ്രദ്ധിച്ചില്ലേ? പാർവതി അവിടുത്തെ ഒരു ജോലിക്കാരിയല്ലേ, അതും താഴ്ന്ന പോസ്റ്റിൽ ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരി. അവൾക്കൊരു പ്രശ്നം വന്നപ്പോ കൈലാസ് സാറ് നേരിട്ട് ഇടപെടുന്നു. അത് കണ്ടിട്ട് മാഡത്തിന് എന്താ തോന്നിയത്? അവന്റെ ഡാഡിയും അങ്ങനെ തന്നെയാ. ഗാർമെന്റ്സിലെ ജോലിക്കാരെ വെറും ജോലിക്കാരായല്ല അദ്ദേഹം കാണുന്നത്, വേണ്ടപ്പെട്ടവരായിട്ട് തന്നെയാ. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം വന്നാ പരിഹരിക്കാൻ ആദ്യം മുന്നിട്ടിറങ്ങുന്നതും അദ്ദേഹമായിരിക്കും.
കമ്പനി ഇത്രയും വളരാൻ കാരണവും അദ്ദേഹത്തിന്റെ ആ നല്ല മനസ്സ് തന്നെയാ. കൈലാസ് സാറിന്റെ ഡാഡിയെ മാഡത്തിന് നേരിട്ട് പരിചയമുണ്ടോ? ആ ഫോൺ എടുത്ത് നീ പാർവതിയെ വിളിക്ക്. ആ. മാഡം, അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആകും. ചേട്ടാ, ഇവിടെ നിർത്തിയാൽ മതി. ബസ് അവിടെ ചെല്ലുന്നത് അസമയത്തായിരിക്കും. ഞാൻ വരുന്നുണ്ടെന്ന് അച്ഛനെ വിളിച്ചു പറഞ്ഞ അച്ഛൻ ബസ് സ്റ്റാൻഡിൽ വന്ന് നിൽക്കും. പാറുന്റെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫാ. നീതു ആണല്ലോ. ഹലോ നീതു. ഞാൻ എത്ര നേരമായി പാറു നിന്നെ വിളിക്കുന്നു. അതിന് നീ എന്തിനാ കരയുന്നേ? പാറു, എന്തിനാ കരയുന്നേ? എന്താ ഉണ്ടായത്? പാറു, പാറുവിന്റെ വീടിന്റെ മുന്നിൽ നിന്നാ ഞാൻ വിളിക്കുന്നേ. ഞാൻ അച്ഛനെ വിളിക്കാൻ പോവായിരുന്നു. നീ അച്ഛനൊന്ന് ഫോൺ കൊടുക്ക്. പാറുവിന്റെ അച്ഛൻ ഇവിടെ ഇല്ല. അമ്മേ, ലക്ഷ്മി ചേച്ചി ആരും ഇവിടെ ഇല്ല. എല്ലാവരും ഇവിടെ പോയി. രുദ്രപ്രതാപനും സുന്ദരേഷനും അവരെ ഇറക്കി വിട്ടു. നീ എന്താ പറഞ്ഞത്? സത്യ പാറു. നീ എന്താ ഈ പറയുന്നത്? ഞാൻ പറയുന്നത് സത്യ പാറു. ഞാനും അപ്പൊ അമ്പാടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സുന്ദരേഷനും കുട്ടികളെ അടിച്ചോടിച്ചേനെ. പക്ഷെ ഞങ്ങളവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നപ്പോഴാ ഞങ്ങൾ അറിയുന്നേ. അവരെങ്ങോട്ടാ പോയെന്ന് ആർക്കും അറിയില്ല പാറു. ഹലോ പാറു, പാറു. പാറുവാ, അവളോട് എന്താ പറയാ? മോളെ പാറു. അച്ഛാ, അച്ഛാ, അച്ഛനിപ്പോ എവിടെയാ? ഞാൻ വീട്ടിലുണ്ട് മോളെ. എന്തിനാ അച്ഛാ എന്നോട് കള്ളം പറയുന്നേ? നമ്മുടെ വീട് ആ സുന്ദരേഷൻ കൊണ്ടുപോയല്ലേ? നീതു എന്നോട് എല്ലാം പറഞ്ഞു. നടേശന്റെ കയ്യിൽ നമ്മൾ പണയം വെച്ച പ്രമാണം നടേശനും സുന്ദരേശന് കൈമാറി കൊടുത്തു. നടേശനെ കുറ്റം പറയാനാവില്ല മോളെ. അയാൾക്കയുടെ ഭാര്യയുടെ ചികിത്സയില്ലേ പ്രധാനം. പക്ഷേ സുന്ദരേശന് ഞാനൊരു ചതി ചെയ്യുമെന്ന് നടേശനും കരുതിയില്ല. കഷ്ടകാലം പിടിമുറുക്കുമ്പോ ആപത്ത് പല രൂപത്തിൽ വരുമെന്ന് കേട്ടിട്ടില്ലേ? നമ്മുടെ കുടുംബത്തിൽ കഷ്ടകാലം കയറി വന്നത് ആ നടേശന്റെ രൂപത്തിലാ. പിടിച്ചു നിൽക്കാൻ അച്ഛനെ കഴിയാവുന്ന പോലെയൊക്കെ അച്ഛൻ ശ്രമിച്ചതാ. പക്ഷെ അച്ഛൻ തോറ്റുപോയി. നമ്മുടെ വീട് കടക്കാരെ കൊണ്ടുപോയി മോളെ. അച്ഛാ, കരയല്ലേ അച്ഛാ. സുന്ദരേശനെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിച്ചത് രുദ്രപ്രതാപനെ. സഹായിക്കാന്ന് പറഞ്ഞ മുന്നോട്ട് വന്നതാ. ഞാൻ അവന്റെ മുഖത്ത് നോക്കി ആട്ടിയില്ലെന്നേ ഉള്ളൂ. ഞാൻ കാരണം നമുക്ക് വീട് നഷ്ടപ്പെട്ടത് അല്ലേ അച്ഛാ? മോള് കാരണോ? അന്ന് അയാൾ എന്നെ